ഇന്ന് നല്ല ഒരു അടിപൊളി ബിരിയാണി ആയാലോ? അതും ഒരു ഫിഷ് ബിരിയാണി. നല്ല മലബാർ സ്റ്റൈലിൽ അടിപൊളിയായിട്ടൊരു ഫിഷ് ബിരിയാണി നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയക്കൂറയാണ്. എന്നിട്ട് നമുക്ക് അയക്കൂറിനെ നല്ല പോലെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൽ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് കുറച്ച് സിർക്കയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ല പോലെ മസാല വരക്കി വെക്കാം. മീനൊന്ന് മസാല പിടിക്കുമ്പോഴേക്കും നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാനിതാ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. പിന്നെ നമുക്കെന്താ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്കിതാ ബിരിയാണീൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഫിഷ് നല്ല പോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പം നമ്മൾ മീനൊക്കെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മസാലയാക്കാൻ തുടങ്ങാം. മസാലയാക്കാൻ വേണ്ടിയിട്ട് മീൻ പൊരിച്ചിട്ട് അതിലുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ചേർത്തതിന് ശേഷം അതിലേക്ക് ആദ്യം തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലപോലെ ഒന്ന് വാടുമ്പോഴേക്കും നമുക്ക് മറ്റേ ഗ്യാസിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലല്ലാണ്ട് മറ്റു ചേലോ ആക്കാം. ഞാനെപ്പോഴും കുക്കറിലാണ് ഉണ്ടാക്കാറ്. അങ്ങനെ ഇതാ നമ്മൾ നെയ്ച്ചോറിന് കറാമ്പും പട്ടയൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതാ എൻ്റെ ഈ കപ്പിൽ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ അരിക്ക് വേണ്ടത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ്. ഞാനങ്ങനെ അത് ചേർത്ത് കൊടുത്തിട്ട് അരിയൊക്കെ ഇട്ട് ഉള്ളി ഇവിടെ വാടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ മസാലപ്പൊടിയായി ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഇതാ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടിയാണ്. മസാലപ്പൊടികളൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 സ്പൂണ് തൈരും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഇതിലേക്ക് മീൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മീൻ ഇതാ ഈ മസാലയിൽ ഫുൾ ഇങ്ങനെ കവർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകാണ്ട് നോക്കണം. മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകരുത്. അതുകൊണ്ട് ഇത് മെല്ലെ ഇങ്ങനെ സൂക്ഷിച്ച് മസാല ഇതിൻ്റെ മേലെയൊക്കെ ആക്കിയതിന് ശേഷം ഇതാ ഇതിന് മേലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തതിന് ശേഷം ചെറിയ ഫ്ലെയിം ആക്കി വെച്ചിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. മസാലയൊക്കെ മീനിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചോറ് ഇതിന് മേലേക്ക് ദം ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ചോറ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മേലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് റെഡ് കളറും കൂടി കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളവും കുറച്ച് റെഡ് കളറും കൂടി ചേർത്ത് പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി വിതറി പിന്നെ ഒരു ലെയറും കൂടി റൈസ് ഇട്ടതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ ഇട്ടിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കണം. അതിന് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാര്യമായിട്ട് ദം ചെയ്യുന്നില്ല, പിന്നെ ചെറുതായിട്ടൊന്ന് ചെയ്യുന്നതാണ്. അടച്ചു വെക്കുമ്പോൾ അതിന് മുകളിലുള്ള ചെറിയ ഓട്സിന് എന്തെങ്കിലും ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ ചോറ് അവിടെ ദമ്മായി കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.